ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് അധർമ്മങ്ങൾ ചെയ്യേണ്ടതായി വരും. എന്നാൽ അധർമ്മത്തിൻ്റെ എണ്ണം കുറയ്ക്കുകയും ധർമാനുഷ്ഠാനത്തിൽ മുഴുകുകയും ചെയ്യുമ്പോൾ നമുക്ക് അശാന്തി ഉണ്ടാവുകയില്ല. ശാന്തി മാത്രമായിരിക്കും നമ്മുടെ പ്രകൃതം. അതിനാൽ പാതകം എന്ന് പറഞ്ഞാൽ പാപം എന്നാൽ അധർമ്മം അനുഷ്ഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖത്തിനാണ് പാപം എന്ന് പറയുന്നത്. അതിവിടെയും ഈ ദേഹം വിട്ട് കഴിഞ്ഞാൽ ദേഹിക്കും ആ പാതകം അനുഭവിക്കേണ്ടി വരും. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ പാതകം ഇവിടെ ചെയ്യും, പാപം ഇവിടെ ചെയ്യും. എന്നിട്ടത് തീരാൻ വേണ്ടി മറ്റ് സ്ഥലങ്ങളിൽ, രാമേശ്വരം, കാശി മുതലായ സ്ഥലങ്ങളിൽ പോയിട്ട് തീർത്ഥാടനം നടത്തും. അതൊക്കെ നല്ലത് തന്നെ. എന്നാൽ അതുകൊണ്ട് മാത്രമാകില്ല. കാശിയിൽ പോയി കുളിച്ച് ഗംഗാതീർത്ഥവുമായി വന്ന് രാമേശ്വരത്ത് വന്ന് അവിടെ അഭിഷേകം ചെയ്താൽ എല്ലാ പാപവും നശിക്കും എന്നാണ് ഭക്തന്മാരുടെ ധാരണ. വാസ്തവത്തിൽ ആ പാതകം ഇല്ലാതെയാകണമെങ്കിൽ ആത്മജ്ഞാനം വേണം. വീണ്ടും പാപം ചെയ്യാതിരിക്കുകയും വേണം. അതിനെല്ലാം പരിഹാരം ജ്ഞാനം നേടുക എന്നതാണ്. അതിനെന്ത് ചെയ്യണം? പാതകം തീരെ നശിപ്പാനും ചേതസ്സു തൻപാട്ടിലാക്കുവാനും സേതുസ്നാനാദികൾ പോരതുകൊണ്ടു നീ ജ്യോതിസ് ചിന്തിക്കുകയെന്നുമെന്നും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പാതകം തീരെ നശിപ്പാനും, നമ്മുടെ പാപങ്ങളൊക്കെ നശിച്ചു പോകാനും, ചേതസ്സു തൻപാട്ടിലാക്കുവാനും, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനും, സേതുസ്നാനാദികൾ പോരതുകൊണ്ടു നീ. സേതു എന്നാൽ രാമേശ്വരത്ത് പോയി അവിടെ 3 സമുദ്രം ചേർന്നതിൽ കുളിച്ചു. പിന്നെ 36 തീർത്ഥ ജലത്തിൽ പോയിട്ട് അവർ കുളിപ്പിക്കുന്ന അമ്മ ആ ജലം കൊണ്ട് തീർത്ഥമാടി എല്ലാ പാപവും ശമിക്കുന്നു എന്നാണ് ധാരണ. പക്ഷേ പാപം അവിടെ തന്നെ കിടക്കും. പാതകം തീരെ നശിപ്പാനും ചേതസ്സു തൻപാട്ടിലാക്കുവാനും സേതുസ്നാനാദികൾ പോരതു കൊണ്ടു നീ ജ്യോതിസ് ചിന്തിക്കുകയെന്നുമെന്നും. പാതകം നശിക്കണമെങ്കിൽ ആത്മജ്യോതിസിനെ നിരന്തരം ചിന്തിക്കുക തന്നെ വേണം. അതുകൊണ്ട് മാത്രമേ നമ്മുടെ പാതകം നശിച്ച് ആത്മബോധം ഉണ്ടാവുകയുള്ളൂ. ആത്മബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ പാതകങ്ങളെല്ലാം ഇല്ലാതെയാവുകയും ചെയ്യൂ. അതാണ് ജ്ഞാനാഗ്നി സർവകർമാണാം ഭസ്മസാൽ കുരുതേ അർജുന. ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നു, ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് സർവ പാപകർമ്മങ്ങളെയും ഭസ്മമാക്കുന്നതാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ സൂക്ഷ്മ ശരീരം ഇല്ലാതാവുകയുള്ളൂ. സൂക്ഷ്മ ശരീരം എന്നാൽ മനസ്സും പ്രാണനും ബുദ്ധിയുമാണ്. ഇവ 3 ഏകോപിച്ച് ഇല്ലാതെയായി. അതെപ്പോൾ? സ്ഥൂല ശരീരം ഇരിക്കുമ്പോൾ തന്നെ. ഈ ആത്മാവിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നത് ഈ സ്ഥൂല ശരീരത്തിലെ കർമ്മവാസനകളാണ്. സ്ഥൂല ശരീരം ഉണ്ടായത് തന്നെ കർമ്മവാസനകൾ ഉള്ളതുകൊണ്ടാണ്. കർമ്മ സംസ്കാരമാണ് അതിന് കാരണമായിരിക്കുന്നത്. ആ കർമ്മ സംസ്കാരങ്ങളെ ജ്ഞാനം കൊണ്ട് ഇല്ലാതെയാക്കിയാൽ പിന്നീട് മനസ്സോ പ്രാണനോ ബുദ്ധിയോ അല്ല, അവിടെ ആത്മജ്യോതിസ് മാത്രമാണ് അതിലൂടെ ഈ ശരീരത്തിലൂടെ വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധം നമുക്ക് വരും. അത് സേതുവിൽ പോയോ ഗംഗയിൽ പോയോ കുളിച്ചാൽ മാത്രം പോരാ. ആദിയിൽ അതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇത്തരം തീർത്ഥസ്ഥലങ്ങളിലെല്ലാം പോയി ദർശനം നടത്തുന്നത് നമ്മുടെ മനസ്സിൽ ഒരു മാനസാന്തരം വരാൻ സഹായിക്കുന്നതാണ്. ഇതൊന്നും ചെയ്യാതെ വെറും അടുക്കളയിൽ മാത്രം
4 കരിപിടിച്ച ചുമരുകൾക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന പുരുഷനായാലും സ്ത്രീയായാലും ശരി, ഈ മനസ്സിന് മാറ്റം വരികയില്ല. സജ്ജനങ്ങളെ കാണാനും അതുപോലെ അവരുടെ വാക്കുകൾ കേൾക്കാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിന് പരിവർത്തനം വരാനും സഹായിക്കും തീർത്ഥാടനം. അതുകൊണ്ട് തീർത്ഥാടനമാണ് ആദ്യ പടി. നമുക്ക് ആത്മബോധോദയത്തിനുള്ള ഒന്നാമത്തെ പടിയാണ് തീർത്ഥാടനം. തീർത്ഥാടനത്തിലൂടെ പല പുണ്യസ്ഥലങ്ങളെ കാണാനും അതുപോലെ മഹാത്മാക്കളെ ദർശിക്കാനും അവരുടെ വാണികൾ ശ്രവിക്കാനും സാധിക്കുന്നു. പാതകം തീരെ നശിപ്പാനും ചേതസ്സു തൻപാട്ടിലാക്കുവാനും സേതുസ്നാനാദികൾ പോരതുകൊണ്ടു നീ ജ്യോതിഷെ ചിന്തിക്കുമെന്നുമെന്നും. ഹരേ കൃഷ്ണ.